ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എന്താ ഒരു ഒരു എന്താ ഒരു ഒരു എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഫ്രൂട്ട്സും അത്ര വലിയ വെജിറ്റബിൾസും ഒന്നും എൻ്റെ വീട്ടിലില്ല. കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. വെജിറ്റബിൾസിൻ്റെ എണ്ണം കുറച്ച് കുറവാണ്, ഫ്രൂട്ട്സിൻ്റെ കുറവൊക്കെ തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര കുറേ ഇതൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളുടെ ഇതാണ്. അപ്പോൾ എന്തിട്ട് വീഡിയോയിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇവിടെ മുറ്റത്തുനിന്ന് തുടങ്ങാം. നമ്മൾ അവിടെ നിന്നാണ് കാണിച്ചത്, ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ്, നിങ്ങൾ അടയാളം കണ്ടോ? അപ്പോൾ കാണിച്ചാൽ സൂം ചെയ്ത് കാണിച്ചുതരാം. അയ്യോ, ജസ്റ്റോ എന്തോ കുറേ എന്തോ പോയി. അയ്യോ, എന്തേ ഞാൻ കാണുന്നില്ല. എന്തോ ഒരു ജെറ്റ് അങ്ങോട്ട് പോയതിൻ്റെ ഉണ്ടാകണ്ട ഒരു വര കണ്ട. അപ്പം എന്തൊരു ജെറ്റ് അങ്ങോട്ട് പോയതിൻ്റെ ആ ഒരു അടയാളമാണ് നിങ്ങൾ ഇതാ കാണുന്നത്. അതൊക്കെ ഇവിടെ. അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ നമ്മുടെ ഇത് എന്താണെന്ന് ഗസ് ചെയ്യാമോ നിങ്ങളൊരു 5 സെക്കൻഡ് വരെ നിങ്ങൾ ഗസ് ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് കായൊന്നുമില്ല. ഇപ്പോൾ ഇതിപ്പോൾ പേരയാവാം, എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ ടൈം ഔട്ടായിരിക്കുന്നു, ഞാൻ പറയാം. ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാനാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ റംബൂട്ടാൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ മിക്കവാറും റംബൂട്ടാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏതായാലും റംബൂട്ടാനെ തന്നെയായിരിക്കും പറയുന്നത്, അല്ലേ? എനിക്കറിയത്തില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും പേര് വിളിക്കുന്നുണ്ടെങ്കിൽ തരാം, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് റംബൂട്ടാൻ മരമാണ്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കുറവൊക്കെ കാണും. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉണ്ടാകുമ്പോൾ വലിയ കുറേ ഉണ്ടാവും കേട്ടോ, കൊല്ലം അറച്ചുണ്ടാവും. 2 പേര് ഇതാ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എത്തിക്ക് പോവാം. പിന്നെ ഞങ്ങൾക്ക് റംബൂട്ടാൻ ഇഷ്ടമാണോ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട്. ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ ഒരു കയർക്ക്. ഇത് നേരത്തെ ഒരു ചാമ്പയായിരുന്നു, ചാമ്പയ്ക്കാമരമായിരുന്നു ഇത് വെട്ടിക്കളഞ്ഞ് കുറേ ചാമ്പയ്ക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പയ്ക്ക. കണ്ട ഒരു മുഴുത്ത സൈസ്. ഇത് പഴുത്തോ? ഇത് പറിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉടനെ ഇരുന്നതായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നല്ല സൈസ് ഉണ്ട് കേട്ടോ, നല്ല സൈസാണ്. ഇതിൻ്റെ കൊച്ചു സൈസും ഉണ്ട് കേട്ടോ. എല്ലാം പച്ചയാണ്. ഇനി പഴുത്താകുമ്പോൾ നമുക്ക് പറിക്കുന്നതിന് കുറേ കായ ഉണ്ടാക്കി വെപ്പുണ്ട്. ഒരു സ്മോൾ കായുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതാണ് പാറ്റം കണ്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ചെറിയ നടുവിൽ ചെറിയൊരു വെജിറ്റബിളായിട്ട് ചെറിയൊരു മുളകുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ കളിക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇതാണ് നമ്മുടെ അതേണ്ട ഒരു കുഞ്ഞി പാഷൻ ഫ്രൂട്ടാണ് ഇത്. ഒരു കുഞ്ഞിന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് സൂമാക്കി എടുത്തേക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
ചെറിയ കണ്ടില്ലേ, ഈ ഒരു കുഞ്ഞ് സൈസിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ബ്ലൂ 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 കണ്ടില്ലേ, ഇത് ഒരു സ്മോൾ ഇതൊരു സ്മോൾ സൈസിലാണ്. എനിക്ക് പാഷൻ ഫ്രൂട്ട്, എനിക്ക് എൻ്റെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ടും എല്ലാം എനിക്കിഷ്ടമാണ്. കാരണം ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അടുത്ത ഫ്രൂട്ട് കാണിക്കാം. ഫ്രൂട്ടാണോ? ഇത് ഫ്രൂട്ടാണ് തോന്നുന്നു. ഇത് നമ്മുടെ ലൗലോലിക്ക. ലൗലോലിക്ക കണ്ടേ, ലോപിക്ക. ഓരോ നട്ടും ഓരോരോ പേരാണ് കണ്ടേ. പിന്നെ ഇങ്ങോട്ട് നിറച്ചും ഒലോലിക്കയാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് നാരകമാണ്. നാരങ്ങ ഉണ്ടാകത്തില്ലേ, കറുനാരങ്ങ. നമ്മൾ മറ്റേ നാരങ്ങയല്ല, കറുനാരങ്ങ. നാരങ്ങ മരം ഉണ്ടത്, നാരങ്ങ മരം. ഇതാണ്. ഇനി നമുക്ക് അടുത്തടത്തോട്ട് പോയി. ഇനി നമ്മുടെ ഉള്ളതെല്ലാം നമ്മുടെ പറമ്പിലാണ് ഗൈസ്. ഉള്ളതെല്ലാം പറമ്പിലാണ്. പറമ്പ് കാണിക്കാം. അതിന് നമ്മുടെ പറമ്പ് കാണിക്കണ്ടേ? നമുക്കൊരു പറമ്പ് ടൂർ ഇടാം കേട്ടോ. നിങ്ങളുടെ പറമ്പിലേക്ക് പോകുന്ന മനോഹരമായ ഞാൻ ഉണ്ടാക്കിയ വഴി. ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ, പണിക്കാരെങ്കിലും ഉണ്ടാക്കിയത്. കാരണം പോച്ച വെട്ടി ഇവിടെ ഫുൾ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാടായിരുന്നേനെ. പക്ഷേ മാമന്മാരൊക്കെ വന്ന് വെട്ടി. ഇതിനെ എനിക്ക് കാണിക്കണം കേട്ടോ. ഇതെൻ്റെ ഒരു പെറ്റാണ്. ഇതെൻ്റെ ഒരു പെറ്റ് ടുട്ടു. എൻ്റെ പെറ്റാണിത്. പണ്ട് ഒരു കാലത്ത് ഇവിടെ പോച്ചൊന്നുമില്ലാത്തപ്പോൾ ഞാൻ എൻ്റെ മേളിൽ കയറി കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ എൻ്റെ മേളിൽ കയറി കളിച്ച് കാണിക്കാം ഗൈസ്. ഏറ്റവും കയറി കളിച്ച് കാണിക്കാം. ഇനി ഞാൻ എൻ്റെ കൂടെ കുറച്ച് നിങ്ങൾക്കൊരു ടൂർ കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ പെറ്റ് ടുട്ടു. ഇത് ചെറിയൊരു മാവാണ്. ഇത് ഈ മാവ് ഇത്രേ കിളിച്ചിട്ടുള്ളൂ. ഇതിനെക്കൊണ്ട് എനിക്ക് മാത്രം ഇതിനെക്കൊണ്ട് ഒരു ഉപകാരമുണ്ട്. അവൻ്റെ പുറകിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഇവനെ പരിചയപ്പെടുത്തി. വലിയൊരു തെങ്ങ്, ആരുടെയും വീട്ടിൽ കാണൂല, എല്ലാവരുടെ വീട്ടിൽ തെങ്ങ് കാണും. മാവും എല്ലാവരുടെ വീട്ടിലും കൂടുതലാണ്. അപ്പോൾ വേണ്ട വേറൊരു പിന്നെ അടുത്തൊരു വെജിറ്റബിൾ ആയിരിക്കും. ഇത് വെജിറ്റബിൾ കൂടുതലാണ് ഫ്രൂട്ട്സിൻ്റെ പെടുന്നത് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് കുറേ വിലക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സൗണ്ടൊന്നും കാര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വലിയ സൗണ്ടൊന്നും കാര്യമൊക്കെ ഉണ്ടാകും. ദിസ് ഈസ് കുരുമുളക് കണ്ടില്ലേ? ഞാൻ ചെറുത് കുരുമുളക് കുറച്ച് മച്ചി വീട് കണ്ട നാട്ടും. ഇതിങ്ങനെ ഈ വാഗൈസിനെ നമുക്ക് പിന്നെ നോക്കാം. ഇവരെയാണ് ഞാൻ കാണിക്കാം. ഇവരെ കാണിക്കാൻ എനിക്ക് ത്രില്ല് കാണിച്ചുതരാം. ഇതെന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ മരം കണ്ടെങ്കിലും ഇതിൻ്റെ തടി കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് പറയാമോ ഇതെന്താണ്, എന്തോ മരവാന്ന്? അധികം നീളമൊന്നുമില്ലാത്ത മരമാണ്. ഇവിടെ വരെ ഹൈറ്റിട്ടുള്ളൂ. ല്ലേ, കായൊന്നും പണ്ടൊക്കെ കഴിക്കായിരുന്നു, ഇപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. കറക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഇത് പുളിമരമാണ്, വെറും പുളിമരം. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമാണ്. കുറേ കായ്ക്കുമായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ കുറേ കായ്ക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ എന്താ പറയുക, ഇപ്പം നല്ല കായ്ക്കുന്നില്ല, എന്താ അറിയില്ല. ഇപ്പോൾ ഈ സീസണിലായതുകൊണ്ടാണോ ചൂടായിരുന്നു എന്നൊക്കെ, അതുകൊണ്ടാണോ കായ്ക്കുന്നത് എനിക്ക് അറിയില്ല. ഇല മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെന്തോ സാധനം, എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് അടുത്ത ഫ്രൂട്ട് കടിക്കാം. പിന്നെ തന്നെ ചെറിയൊരു തെങ്ങ്. ഇത് നമ്മുടെ സ്റ്റാർ പുള്ളിയോട് ചേർത്ത് നിൽക്കുന്ന ഇത് സ്റ്റാർ പുള്ളിയുടെ മരമാണോ? ഒരു ചെറിയ തെങ്ങുണ്ട്. ഇതെന്താണാവോ? ഇതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് അറിയായിരുന്നു. പണ്ടൊരു ദിവസം വായി വെച്ചിട്ട് എനിക്ക് ചൊറിഞ്ഞിട്ട് മേലായിരുന്നു. ഇതാണ് മറ്റേ ചേമ്പലാണ് വായി വെച്ചത്.
എനിക്ക് ഓർമ്മ ഇല്ല ഗൈസ്. ഇവിടെ ഫുള്ള് കൊതുകാണ് ഗൈസ്. പക്ഷെ നേരെ ഒന്നും ഇരുട്ടിയിട്ടില്ല, കണ്ടില്ലേ? എന്തോ ഒരു ചെടിയാണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് കുറച്ച് സ്പീഡപ്പ് ആക്കണം ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു സാധാ പുളിയും കണ്ടാണെന്ന് തോന്നുന്നു. എന്താ കറിവേപ്പിലയോ? വീണ്ടും ഒരു ചെറിയ തെങ്ങ്, പിന്നെ എന്നെ പോലെ തന്നെ ഒരു ചെറിയ വാഴ. ഇതിനെ ഞങ്ങൾ കളിക്കാനൊക്കെ കുത്തുമായിരുന്നു കേട്ടോ, പിച്ചാത്തിയിട്ട്. തിണയിൻ്റെ അടയാള മാർഗ്ഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിച്ചാത്തി അങ്ങോട്ട് കൊത്തും, അതിൻ്റെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം കുറച്ച് സ്പീഡപ്പ് ആകണം കേട്ടോ. പിന്നെ ഇതാണ് നിങ്ങൾ കാണേണ്ടത്. അമ്മച്ചിയുടെ ഒരു 3-4 വർഷത്തെ പരിശ്രമമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ചീനിയാണ്. അതെന്ന് വെച്ചാൽ എന്താ പരിശ്രമം അനുസരിച്ച് ചീനി നട്ടുന്നതും അത് വേവിക്കൊക്കെ ഭയങ്കര അത് വളരുന്നൊക്കെ പെട്ടെന്നായിരിക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് കുറച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നതാരെന്ന് ചോദിക്കാം. എൻ്റെ ചേട്ടനാണ് കേസ്. അപ്പോൾ മാറാൻ പറഞ്ഞാൽ ക്യാമറ മുന്നിൽ നിന്ന് മാറില്ല. അതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നത്. മാറാൻ പറഞ്ഞാൽ മുമ്പിൽ നിന്ന് മാറുമല്ല, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആണല്ലേ ചീനി ഇതിങ്ങനെ എലി കയറി നശിപ്പിച്ചും തലച്ചേട്ടൻ പോകും. എലി കയറി നശിപ്പിച്ചും പിന്നെ എന്താ പട്ടി കയറി ചവിട്ടിയും ഒക്കെ ഓടിച്ചും ഒക്കെയാണ്. എന്നാലും ഇതെന്താണ് സാധനം, എനിക്കിത് അറിയത്തില്ല എന്താ സാധനം. പിന്നെ ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു വാഴയും തെങ്ങും വന്നു. പിന്നെ വേറൊരു കുരുമുളക്, പിന്നെ ഇത് ഏതോ ഒരു മരം. എനിക്ക് ഈ മരത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ഇട്ടോളി. ഈ തെങ്ങ് വെച്ച് ഞാൻ ആലോചിക്കുന്നത് ഇത്ര വലിയത്. ഒരു പേരമരം എനിക്ക് പേരമരം ഭയങ്കര ഇഷ്ടം. പക്ഷെ ഒരു പേരൊക്കെ പോലും ഇന്നെ തൊട്ടിട്ടില്ല ഇതുവരെ. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ശ്രമിക്കാൻ നമ്മുടെ മെയിൻ നിരപ്പാതം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അയ്യോ, ഒരു കല്ലവിടെ വെച്ചേക്കാണ്. നമുക്ക് ഇനിയും ഇങ്ങനെ സ്വസ്ഥമായിട്ട് കയറി നമുക്ക് കോശിയിടക്കല്ലേ ഇങ്ങനെ കയറി ഇരിക്കാം. കാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. എൻ്റെ പറമ്പ് അത്ര നല്ല പറമ്പൊന്നല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സമയം നല്ല പോകുന്നുണ്ട്. അപ്പോൾ വേറൊരായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ വേറൊരായിട്ട് വേഗം വന്നേരെ. ബൈ.